ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എറണാകുളത്ത് നിന്ന് വന്ന കുട്ടികളാണ് കേട്ടോ. ഇത് പറയാൻ തന്നെ കാരണം വെച്ചാൽ ഇന്ന് ഉത്രട്ടാതി വിളക്കാണ്. അപ്പോൾ വേല വരികയാണല്ലോ, അപ്പോൾ ഉത്രട്ടാതി വിളക്കിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ വിളക്കിനോടനുബന്ധിച്ച് നടക്കുന്ന കലാപരിപാടികളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞാൻ അവരെയൊക്കെ പോയി പരിചയപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ ഏട്ടൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഫോമിലാണ്. അപ്പോൾ എന്നോട് ഞാൻ ലൈക്ക് ചെയ്യാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ചേട്ടനോട് കൂടെ ഞാൻ എന്താ പരിപാടികൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ഈ പ്രാവശ്യം നന്നായിട്ട് പന്തലെന്നല്ല ഇതിന് പറയാം, ഒരു പ്രത്യേകതരം ലൈറ്റ് അലങ്കാരങ്ങൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ കളിയൊക്കെ കുഴപ്പമൊന്നുമില്ല, കുഞ്ഞു കുട്ടികളല്ലേ, അപ്പോൾ അതിനനുസരിച്ചൊക്കെയാണ് അവർ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ കൂടുതൽ ഇങ്ങനത്തെ കളികളും കാര്യങ്ങളും, പക്ഷെ നിറച്ച ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഇത്ര അധികം ആൾക്കാരൊന്നും ഞാൻ കാണാറില്ല. പക്ഷേ എന്തുമാത്രം ഇത്ര അധികം ആൾക്കാർ നമ്മുടെ ഈ ഒരു വലിയാലയ്ക്കൽ, കണിമംഗലം വലിയാലയ്ക്കൽ ഇത്ര അധികം ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അത്ര അധികം ആൾക്കാരുണ്ടായിരുന്നു. നല്ല കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഏട്ടനും പിന്നെ അതുപോലെ എനിക്ക് വേറൊരു അവിടെ നിന്ന് ചെന്ന് പരിചയപ്പെട്ട ഒരു കുട്ടിയും ഒക്കെ കൂടി എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നത്. ഞാനും കുറച്ചൊക്കെ എടുക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അധികം എടുക്കാത്തത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്ത കുട്ടി, എനിക്ക് അപ്പോൾ ഇതിൻ്റെ പേരറിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറേ നേരം കലാരൂപങ്ങളൊക്കെ കണ്ടു. നല്ല പാട്ടൊക്കെ വെച്ചിട്ട്, സിനിമാ പാട്ടൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഡാൻസ് ആയിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും പല പല ഇഷ്ടങ്ങളാണല്ലോ. എനിക്ക് അങ്ങനെ ഇങ്ങനത്തെ ഡാൻസുകളോട് ഒന്ന് ജസ്റ്റ് കാണാമെന്നല്ലാതെ അത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള ഇഷ്ടമൊന്നുമില്ല. എനിക്ക് സാധാരണ തിരുവാതിരക്കളി, സാധാരണ ഭരതനാട്യം, പിന്നെ സാധാരണ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ് അതൊക്കെ ഇഷ്ടമാണ്. ഇതൊരു പ്രത്യേകതരം ഡാൻസ് ആണല്ലോ. എനിക്ക് എന്തോ ഈ കലാരൂപം എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് എന്ത് കലാരൂപമാണ്, ഇത് ഏതാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അമ്പലങ്ങളിലൊക്കെ കുറച്ചുകൂടെ നല്ലത് നല്ല ക്ഷേത്രകലകളോടനുബന്ധിച്ചുള്ള നല്ല കലാരൂപങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള കലാകാരന്മാർ ഒരുപാടുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഇവരും വേണ്ടതല്ല, അങ്ങനെയുള്ളവരെയും കൂടി നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ് എന്നുള്ളൊരു തോട്ട് എനിക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ കാണാനാണ് കുറച്ചുകൂടെ ഇഷ്ടം. അങ്ങനെ കണ്ടു വളർന്നത് കൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ ഇതും നല്ലൊരു കലാരൂപം തന്നെയാണ്. എന്താണ് ഒരു കലാരൂപം എന്നറിയില്ല. അങ്ങനെ ഇത് പിറ്റേ ദിവസമാണ് നമുക്ക് ഒരു മീൻ കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് തലേദിവസം വാങ്ങിച്ചുകൊണ്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ വെച്ചില്ല, അമ്പലത്തിലൊക്കെ പോകാനുള്ളതല്ലേ. പിന്നും അപ്പോൾ ഇന്ന് വെച്ച് വെക്കാം, അപ്പോൾ അമ്പലത്തിൽ വൈകിട്ട് വന്നിട്ട് കഴിക്കാമല്ലോ എന്ന് വെച്ചാൽ രാവിലെ തന്നെ മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു എന്തോ ഒരു പ്രത്യേകിച്ച് പറഞ്ഞൊരു പേര്, ആൾക്ക് പേരൊന്നും അറിയില്ല, ചിരാതിയോ എന്തോ ഒരു മീനാണ്. അതിൽ ഞാൻ ഒരു കുടംപുളി, 2 പച്ചമുളക്, മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ എല്ലാം തിളപ്പിച്ചു. അപ്പോൾ എന്നെ വേസ്റ്റ് കൊണ്ട് കളയാൻ പോയപ്പോൾ ആളെ കാണാൻ വേറൊരു ശബ്ദം കേൾക്കണേ, എന്തുട്ടാ അവിടെ ചെയ്യണേന്നൊക്കെ ചോദിച്ചിട്ട് വന്നപ്പോൾ ഞാൻ അടിച്ചു വാരി ഇവിടെ നിറച്ച്, പിന്നെ അട്ടറൊക്കെ വീണ് നന്നായിട്ട് ചേരലുണ്ട്. അപ്പോൾ ചേട്ടൻ ഒന്ന് പോടി എന്നെ കാണിക്കല്ലേ എന്നു. അപ്പോൾ അങ്ങനെ ചേട്ടൻ്റെ അടുത്തൊന്നും ഇങ്ങോട്ട് പോന്നു, തിരിച്ചിങ്ങോട്ട് പോന്നു, വേസ്റ്റ് പാത്രം കൊണ്ട് ഇങ്ങോട്ട് പോന്നു കേട്ടോ. ആൾ വേസ്റ്റ് കളയാൻ പോയ ആളാണ്. പിന്നെ കാണാതെ ഇപ്പോൾ ഞാൻ അന്വേഷിച്ച് എന്തോ അവിടെ ശബ്ദം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ കുറച്ച് നാളികേരം പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, നാളികേരം പാല്. അപ്പോൾ നാളികേരം പാല് പിഴിഞ്ഞത് ഒഴിച്ച് അങ്ങ് കൊടുത്തു. അപ്പോൾ ഇനി അതെന്താണെന്ന് വെച്ചാൽ അതൊന്ന് തിളയ്ക്കണം. ഞാൻ ഒരു ഒറ്റ പാല് തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അതൊന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വരുമ്പോഴാണ് അതിൻ്റെ ഒരു സ്വാദും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്കറിയാം, നാളികേരം പാൽ ഒഴിച്ചിട്ട് എന്ത് കറി വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ വെച്ചു, അതൊക്കെ ഉണ്ടാക്കാനുള്ള. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് എല്ലാവിടേക്കും ഒന്ന് അങ്ങനെ പരത്തി, അങ്ങനെ തന്നെയല്ലേ പറയാം, പരത്തി അങ്ങനെയൊക്കെ ഒഴിച്ചൊക്കെ കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളയ്ക്കണം. നാളികേരം പാൽ ഒഴിക്കുമ്പോൾ പിരിയാതെ നന്നായിട്ട് തിളച്ച്, കണ്ടോ നല്ല കുറുകി വന്നിരിക്കുന്നത് കണ്ടോ. അങ്ങനെ കുറുകി അങ്ങ് വരുമ്പോൾ നമ്മൾ ഈ ചട്ടി അങ്ങോട്ട് ഇട്ടത്തങ്ങോട്ട് 2-3 കറക്ക അങ്ങോട്ട് മേലേക്ക് തെറിക്കാതെ സൂക്ഷിക്കുക. അങ്ങനെ നമ്മൾ ഗ്യാസ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ
വെറുതെ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല ചീനച്ചട്ടി വെച്ചത്. ഈ കൂട്ടാനിലേക്ക് നമുക്ക് ഉള്ളി കാച്ചി ഇടണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ കാഞ്ഞ് മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉള്ളി ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി ഇത് ഇട്ട് കൊടുത്തു, ചെറിയ ഉള്ളി ഇട്ടാ. എന്നിട്ട് അതങ്ങനെ നല്ല പോലെ ഇങ്ങനെ വഴറ്റി ഇങ്ങനെ മുരിഞ്ഞു വരണം. അപ്പോഴാണ് അതിൻ്റെ സ്മെല്ലൊക്കെ മീൻ കറിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഈ നാളികേരം പാൽ ഒഴിച്ച കറിയിലേക്ക്. അപ്പം അങ്ങനെ കണ്ടോ, കറി കണ്ടോ, നല്ല ടേസ്റ്റ് ആയിട്ടില്ലേ? എൻ്റെ വായലിപ്പം ഇങ്ങനെ തന്നെ ഇങ്ങനെ വെള്ളം വരാം. അയ്യോ, ഞാൻ ഇറക്കി. അങ്ങനെ അതൊക്കെ കാച്ചി ഒഴിച്ചതിന് ശേഷം നമുക്ക് ചീനച്ചട്ടി, ആവശ്യമുള്ള ചീനച്ചട്ടി ഇനിയും ഇതിൽ വേണ്ടത് വെക്കാനുണ്ട്. അപ്പോൾ നമുക്കത് പാത്രമൊക്കെ അടച്ചു വെച്ചു വിട്ടാൽ ഞാൻ. എന്നിട്ട് ഞാൻ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെള്ളമല്ല, വീണ്ടും വെള്ളം എന്ന് മാത്രമേ പറയുള്ളൂ, വെള്ളമല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് വീണ്ടും ഇത്തിരി അധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ, എന്നൊരു സ്പെഷ്യൽ വെക്കാനുണ്ട്. അങ്ങനെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കും. ആ കടുക് ഇങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ മഞ്ഞൾപ്പൊടിക്ക് ഇത്തിരി അധികം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, വല്ലാണ്ട് കൊടുക്കരുത്, കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ അങ്ങനെ മഞ്ഞൾപ്പൊടി അങ്ങ് ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഒന്നൊരു പച്ചമണ അങ്ങോട്ട് കളർ മാറാൻ തുടങ്ങണേക്കാൾ മുമ്പ് തന്നെ കോവയ്ക്ക് നുറുക്കിയതിട്ട് കൊടുത്തു. കോവയ്ക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അറിയില്ലെങ്കിൽ ഇപ്പം അറിഞ്ഞോ, എനിക്കത് ഇഷ്ടമാണ്. കോവയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോവയ്ക്ക എന്നല്ല, എല്ലാ ഉപ്പേരി കൂട്ടാനുകളും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കോവയ്ക്ക് ഇങ്ങനെ മറച്ച് കമഴ്ത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കും. നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം കോവയ്ക്കൊക്കെ ഞാൻ നന്നാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം ഇന്ന് കുറച്ച് ഈസി ആയിരുന്നു. അപ്പോൾ ഓരോ പണികളുടെ ഇടയിൽ വന്ന് റെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ നുറുക്കി ഫ്രിഡ്ജിൽ വെച്ചതാണ്. 100 കൂട്ടം പണികൾ എടുക്കുകയാണല്ലോ ഈ വേലയോടനുബന്ധിച്ച്. കുറച്ച് വേപ്പിൻ്റെ ഇല അങ്ങോട്ട് കിട്ടുന്നോട്ടെ എന്നങ്ങോട്ട് വിചാരിച്ചു. അങ്ങനെ അത് മൂടി വെച്ച് ആവിയിൽ ഇങ്ങനെ കുണുകുനാ അങ്ങനെ വേവിച്ചെടുക്കട്ടെ. ഞാൻ ഇടയ്ക്ക് വന്ന് തുറന്ന് ഇങ്ങനെ നോക്കിയപ്പം പച്ചക്കളറൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ ചീനച്ചട്ടി വെള്ളം ഒഴിക്കാതെ വേവിക്കുന്നത് കൊണ്ട് തന്നെ അടിയിൽ പിടിക്കരുതല്ലോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ടതാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി തിരിച്ചു മറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് ചിലപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് നുറുക്കി കാശ് കൊടുത്ത് മേടിച്ചു കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് നുറുക്കി എടുത്തതല്ലേ. പിന്നൊരു കാര്യമുണ്ട് കേട്ടോ, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് ചേട്ടൻ എന്നെ വഴക്കൊന്നും പറഞ്ഞില്ല, അടി പിടിച്ചതിൻ്റെ മണമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു, ചേട്ടൻ അറിഞ്ഞേയില്ല. അങ്ങനെ അപ്പം ഞാൻ അങ്ങനെ കുറച്ച് നേരം കോവയ്ക്ക് അവിടെ കിടന്ന് വേവണ നേരം കൊണ്ടൊന്ന് പുറത്ത് വന്ന് നോക്കിയത്. പൂച്ചകളും കാക്കകളും ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ നോക്കി നിൽക്കാൻ, വെറുതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാനുള്ള. അപ്പം കയ്യിൽ ക്യാമറയുണ്ടെന്ന് മാത്രം. അങ്ങനെ മീൻ കൂട്ടാൻ, അയ്യോ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയണോ, അടിപൊളിയായിരുന്നു. നല്ല മീൻ കറിയായിരുന്നേ. അപ്പോൾ അടിപൊളി നമ്മുടെ മീൻ കറി അങ്ങ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഈ മീൻ കറി ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ തിളപ്പിച്ചെടുത്തത്. അങ്ങനെ ഞാൻ കോവയ്ക്ക് എടുത്ത് നോക്കിയപ്പോഴേ കോവയ്ക്ക് നല്ല പോലെ മൂത്ത് ഇങ്ങനെ ചുമന്ന കളറൊക്കെ വന്നായിരുന്നു. നുറുക്കാൻ തന്നെ നല്ല പ്രയാസമായിരുന്നു. അതുകൊണ്ട് തന്നെ വേവാൻ കുറച്ച് താമസമുണ്ട്. അപ്പോൾ ഈ വീഡിയോ അങ്ങനെ നീണ്ട് അങ്ങനെ പോവല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് നിർത്തിയാലോ എന്ന് ചിന്തിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ വെച്ചാൽ ഇതിങ്ങനെ വേവണം നോക്കി നിന്ന് വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ എനിക്കങ്ങ് സമയം പോകണം. ചേട്ടന് ഓഫീസിൽ പോകാനുള്ള സമയമായി. അപ്പോൾ അജിന്തി പ്രിസ ഫാമിലിയുള്ള സൈനിങ് ഓഫ് ടാറ്റ, ബൈ ബൈ.